ചപ്പാത്തി ഉണ്ടോ? ഒരു സരി ചപ്പാത്തി, മുട്ടക്കറി. ഇന്നത്തെ ഈ ദിവസത്തിനും ചപ്പാത്തിക്കും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. കേരളത്തിൽ ആദ്യമായി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇന്ന് 100 വർഷം തികയുകയാണ്. ആ കഥ അറിയണമെങ്കിൽ 100 വർഷം പിന്നിലേക്ക് പോകണം. കോട്ടയത്തെ വൈക്കം വരെ ഒന്ന് പോകണം. വർഷം 1924. വൈക്കം സത്യാഗ്രഹം കൊടുമ്പിരി കൊണ്ട കാലം. കേരളത്തിലെ സത്യാഗ്രഹികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകാൻ പഞ്ചാബിൽ നിന്ന് അകാലികൾ കേരളത്തിലേക്കെത്തി. കേരളീയർ അതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പുതിയ പലഹാരം അകാലികൾ സത്യാഗ്രഹികൾക്ക് ഉണ്ടാക്കി നൽകി. നമ്മുടെ സാക്ഷാൽ ചപ്പാത്തി. അന്ന് പട്യാല സംസ്ഥാനത്തിന്റെ മന്ത്രിയായിരുന്ന സർദാർ KM പണിക്കർ വഴിയാണ് അകാലികൾ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് അറിയുന്നത്. പട്യാല രാജാവ് 3 കപ്പൽ ഗോതമ്പും കുറച്ച് സിക്കുകാരെയും കേരളത്തിലേക്ക് അയച്ചു. പിന്നെ നടന്നത് ചരിത്രം. അവരിവിടെ വന്നപ്പോൾ ഈ സത്യാഗ്രഹികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി അവരാദ്യമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു. അന്ന് കേരളീയരെ സംബന്ധിച്ച് ആ ആഹാരം എന്ന് പറയുന്നത് അവർക്ക് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് ചപ്പാത്തി കഴിച്ചത് കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കുകാരായിരിക്കും. കാലം പിന്നെയും ഒരുപാട് മുന്നോട്ട് പോയി. ചപ്പാത്തിയുടെ കുടുംബത്തിൽ നിന്ന് പുതിയ തലമുറക്കാരുണ്ടായി. കുൽച്ചയുണ്ട്, നാനുണ്ട്, ബട്ടർ നാനുണ്ട്, ആലു പൊറോട്ടയുണ്ട്, റുമാലി റൊട്ടിയുണ്ട്. അങ്ങനെ ഇതിനകത്ത് ഒരുപാട് വെറൈറ്റികൾ അതിനകത്ത് ചപ്പാത്തിക്കകത്ത് വേറെ വെച്ച് സ്റ്റഫ്ഡ് ചപ്പാത്തി, മസാല ചപ്പാത്തി, അങ്ങനെ ഒരുപാട് ചപ്പാത്തികളുണ്ട്. സമരം തീരുന്നതിന് മുൻപ് തന്നെ സിക്കുകാർ കേരളം വിട്ടു. എന്നാൽ ചപ്പാത്തി വിട്ടുകൊടുക്കാൻ മലയാളി തയ്യാറായില്ല. വൈക്കത്ത് നിന്ന് മലയാളിയുടെ ഹൃദയത്തിന്റെ അടുക്കളയിലേക്ക് ചപ്പാത്തി കുടിയേറി. ക്യാമറാമാൻ ജോമൻ തേക്കടിക്കൊപ്പം ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.